ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 29. ഞാനായിരിക്കുന്നത് പോലെ. യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം. യുവതിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആജീവനാന്ത ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പണം സ്വരൂപിക്കുന്നതിനായി അടുത്ത ദിവസം അവൾ ഒരു പള്ളി ബസാറിലെ കേന്ദ്ര വേദിയിൽ നിൽക്കേണ്ടതാണ്. എന്നാൽ ഞാൻ അതിന് യോഗ്യയല്ല. ഷാർലറ്റ് എലിയറ്റ് ന്യായവാദം ചെയ്തു. മറിഞ്ഞും തിരിഞ്ഞും കിടന്നുകൊണ്ട് അവൾ തൻ്റെ യോഗ്യതകളെ സംശയിച്ചു. അവളുടെ ആത്മീക ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ചോദ്യം ചെയ്തു. അടുത്ത ദിവസം അവൾ അസ്വസ്ഥയായിരുന്നു. ഒടുവിൽ അവൾ പേനയും പേപ്പറും എടുക്കാൻ ഒരു മേശക്കരികിലേക്ക് നീങ്ങി. എന്നിട്ട് ഒരു ക്ലാസിക് സ്തുതിഗീതത്തിൻ്റെ വരികൾ എഴുതി. ഞാൻ ആയിരിക്കുന്നത് പോലെ, ജസ്റ്റ് ആസ് ഐ ആം. ഞാൻ ആയിരിക്കുന്നത് പോലെ, ഒരു അപേക്ഷയും കൂടാതെ. എന്നാൽ നിന്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. നിന്റെ അടുക്കൽ വരുവാൻ നീ എന്നെ മാടി വിളിച്ചു. ദൈവ കുഞ്ഞാടേ, ഞാൻ വരുന്നു, ഞാൻ വരുന്നു. 1835 എഴുതിയ അവളുടെ വാക്കുകൾ യേശുവിനെ സേവിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു. അവർ തയ്യാറാകുന്നത് കൊണ്ടല്ല, അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ അവൻ അവരെ അധികാരപ്പെടുത്തി. അവർ ആയിരുന്ന അവസ്ഥയിൽ ഒരു പരിഷ്കൃത സംഘമായ അവൻ്റെ 12 അംഗ സംഘത്തിൽ ഒരു നികുതി പിരിവുകാരനും ഒരു തീവ്രവാദിയും അതിമോഹമുള്ള 2 സഹോദരന്മാരും അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയാത്തോവും ഉൾപ്പെട്ടിരുന്നു. എന്നിട്ടും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിപ്പാനും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവൻ അവർക്ക് അധികാരം നൽകി. അവരെല്ലാം മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതാതെയാണ് പോയത്. ഞാൻ നിങ്ങളെ അയക്കുന്നു, അവൻ പറഞ്ഞു. അവർക്ക് അവൻ മതിയായിരുന്നു. അവനോട് ഉവ്വ എന്ന് പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും അവൻ ഇന്നും മതിയായവനാണ്. ചിന്തിക്കുക, നിങ്ങളുടെ നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ ജീവിതത്തിലെ അവസ്ഥ എന്താണ്? ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള നിങ്ങളുടെ സന്നദ്ധതയെക്കുറിച്ച് നിങ്ങൾ എന്ത് സംശയങ്ങളാണ് പ്രകടിപ്പിച്ചത്? ദൈവത്തിന് മഹത്വം.